നമസ്കാരം. പതിരും കതിരും. മലരമ്പനറിഞ്ഞില്ല, മധുമാസമറിഞ്ഞില്ല. പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയ പാർട്ടിയെ പാടി ഉണർത്താൻ MA ബേബി സാർ ഇറങ്ങിക്കഴിഞ്ഞു. ആ സഞ്ചി നിറയെ മലരമ്പുകളാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ നേരെ ഒരു പുഷ്പശരമെറിഞ്ഞു. ആ പുഷ്പബാണമേറ്റ് ഗോവിന്ദൻ്റെ കവിള് തൊടുത്തു. കൊള്ളിച്ചൊരേറ് കൊടുത്താൽ ഗോവിന്ദന് വേദനിച്ചാലോ എന്ന് കരുതിയാണ് ഈ മലരമ്പെറിഞ്ഞത്. അത് മറഞ്ഞു നിന്നേ എറിയാവൂ. അർഹതയുണ്ടെങ്കിലും ബന്ധുക്കളെ സ്ഥാനാർത്ഥികളാക്കുന്നത് പ്രചരണായുധമാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കാൻ നേതാക്കൾക്ക് കഴിയണം. കണ്ണൂരിലെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ കണ്ടെത്തിയെന്നും പേര് സൂചിപ്പിക്കാതെ ബേബി പറഞ്ഞു. ബേബി പേര് പറയാത്തതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല കണ്ണൂരെ ആ സ്ഥാനാർത്ഥി ഏതാണെന്ന്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അച്ചിയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പരാജയ കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിലപ്പോൾ മനസ്സിലായിപ്പോയെങ്കിലോ. അങ്ങനെ സംഭവിച്ചാൽ ഗോവിന്ദനും ശ്യാമളയ്ക്കും വേദനിക്കും. ആരെയും അങ്ങനെ വേദനിപ്പിക്കുന്നത് ബേബി സഖാവിന് ഇഷ്ടമല്ല. EMSന്റെ ലോകമെന്ന സെമിനാറിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഓപ്പൺ ഫോറത്തിലാണ് ബന്ധുക്കളെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രതിനിധിയുടെ ചോദ്യത്തിന് ബേബി ഇങ്ങനെ മറുപടി നൽകിയത്. അല്ല ബേബി, അപ്പോൾ മരുമകനെ മന്ത്രിയാക്കുന്നതിൽ വല്ല കുഴപ്പവും ഉണ്ടായിരുന്നോ? അങ്ങയുടെ കീഴിലുള്ള ഒരു പോളിറ്റ് ബ്യൂറോൻ ഭാര്യയെ വീണ്ടും മത്സരിപ്പിച്ചതിൽ വല്ല അപാകതയും അങ്ങ് കണ്ടിരുന്നോ? ഒന്നും മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ വാതുറന്നങ്ങോട്ട് പറയരുത്. തോൽവിയുമായി ബന്ധപ്പെട്ട മറ്റു ചില യാഥാർത്ഥ്യങ്ങളും ബേബി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് താങ്ങാവുന്നത്ര മാത്രമേ സംസാരിക്കാവൂ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അവനിട്ട് താങ്ങുന്ന പ്രസംഗം നടത്തരുതെന്നർത്ഥം. പ്രസംഗത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സംശയം ചോദിച്ചാൽ അത് നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയുന്നതിൽ വല്ല കുഴപ്പവുമുണ്ടോ സഖാവേ? ഇതിൻ്റെ ആദ്യപടിയായി ബേബി സാറിൻ്റെ ഭാഷയ്ക്കും ഒരു മൃദുത്വമൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അന്ന് കോവിഡ് കാലത്ത് അങ്ങ് പറഞ്ഞത് COVID-19 പോരാട്ടം സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടം കൂടിയായി നമ്മൾ കാണണമെന്നാണ്. അതെങ്ങനെയാ ബേബി ശ്വാസം കിട്ടാതെ പിടയുന്ന മനുഷ്യർ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നത്? ഇപ്പോഴും അങ്ങ് പറഞ്ഞതിൻ്റെ അന്തസ്സത്ത ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തിനേറെ ഭാര്യ ബെറ്റിയെ അങ്ങ് പെണ്ണ് കാണാൻ ചെന്ന സമയം ഓർക്കുന്നില്ലേ? അന്ന് പറഞ്ഞത് അവധാനതയോടെ അഭിപ്രായം പറയണം എന്നായിരുന്നല്ലോ. ശരിക്കും അങ്ങേക്ക് കീഴിലുള്ള അന്തംകമ്മികൾക്കാണ് അവധാനതയോടെ മറുപടി പറയാൻ അറിയാതെ പോകുന്നത്. ജനത്തിന് താങ്ങാവുന്ന തരത്തിലേ സംസാരിക്കാവൂ എന്ന് അങ്ങ് പറഞ്ഞത് ആ പണ്ഡിത വരേണ്യനായ P രാജീവിന് ബാധകമായിരിക്കുമോ? പുള്ളിക്കാരൻ്റെ ആത്മനിഷ്ഠ ഘടകം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഇറങ്ങി ഓടാൻ തുടങ്ങും. സാർ അറിഞ്ഞായിരുന്നോ, ഇന്ന് നമ്മുടെ പിണറായിയുടെ മകൾ ED ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് കൊച്ചിയിൽ. അവരുടെ വാടക വീട്ടിൽ പരിശോധന നടത്തിയതിനാണല്ലോ അങ്ങ് ഡൽഹിയിൽ പോയി സമരം നടത്തിയതും പോലീസിൻ്റെ തല്ലുകൊണ്ട് ചുരുങ്ങിയതും. ഇത്രയും കാലമായിട്ടും ആ കരിമണൽ മാസപ്പടി വിഷയത്തിൽ അവധാനതയോടെ ഒരു മറുപടി പറയാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഭൂമിയിലെ സകലതും എല്ലാവർക്കും വേണ്ടി ഉള്ളതാണെന്നും സ്വകാര്യ സ്വത്തിനോടുള്ള ഭ്രമമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അശ്ലീലമെന്നും അങ്ങൊരിക്കലൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ചങ്കിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്താ പിണറായി വിജയനോടും പാർട്ടിയിലെ കീഴ്ഘടകങ്ങളോടുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ. സംസ്ഥാന ഘടകം എടുക്കുന്ന ഒരു തീരുമാനത്തിലും കൈകടത്താനും അഭിപ്രായം പറയാനും കഴകത്തില്ലാത്തൊരു ദേശീയ നേതാവാണല്ലോ അങ്ങ്. രക്തസാക്ഷി ഫണ്ട് അപഹരിച്ചവനെയും ആർക്കും വേണ്ടാത്ത PK ശ്യാമളയെയും അവിടങ്ങളിൽ നിർത്തരുത് എന്ന് പറയാനുള്ള ഒരു അവധാനത അങ്ങേക്കില്ലാതെ പോയല്ലോ. എന്തായാലും ബേബി തൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞ ഒളിയമ്പ് ഗോവിന്ദൻ അത്ര സുഖിക്കാനിടയില്ല. അതിനാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ലവി ഇത്തവണ മനഃപൂർവ്വം വൈകിക്കും ഗോവിന്ദൻ. നയവ്യതിയാനങ്ങളും ഭരണവീഴ്ചകളും പാർട്ടിക്കുണ്ടായ ജീർണതയും ജനങ്ങളെ അകറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം കാരണക്കാരായ 2 പേരെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാണ് ഈ പാർട്ടി. എല്ലാ കുറ്റവും കേഡർമാരുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. വേണ്ട രീതിയിൽ പാർട്ടിയെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചിട്ടില്ല അത്രേ. തലസ്ഥാനത്ത് നടന്ന ED വിരുദ്ധ പ്രതിഷേധം തങ്ങളുടെ കരുത്താണ് തെളിയിക്കുന്നതെന്ന വിവരദോഷം തലയിൽ പേറി നടക്കുന്നവരാണ് ഇപ്പോഴും ഈ നേതാക്കൾ. തലയിൽ വെളിച്ചം കയറാനുള്ള നവദ്വാരങ്ങളും ഇവരുടേത് അടഞ്ഞ നിലയിലാണ്.